നമസ്കാരം, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആരോഗ്യമുള്ള മനസ്സ്, അത് നിൽക്കുന്ന ആരോഗ്യമുള്ള ശരീരം. ഒരുപക്ഷെ ലോകത്ത് മറ്റെന്തൊരു സമ്പത്തിനേക്കാളും ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ്. ആരോഗ്യമുള്ള മനസ്സിലേക്കും ആരോഗ്യമുള്ള ശരീരത്തിലേക്കുമൊക്കെ എത്താൻ പ്രത്യേകിച്ച് ആധുനികത്തിൽ ഒരുപാട് വഴികളാണ്. നമ്മുടെ എക്സസൈസ് അടക്കമുള്ള കാര്യങ്ങൾ, രാവിലെ ജോഗിങ്ങിന് പോകുന്നവരെ കാണാം, ജിമ്മിൽ പോകുന്നവരെ കാണാം, വീടുകളിൽ തന്നെ എക്സസൈസൊക്കെ ചെയ്യുന്നവരെ കാണാം. ഇതിനൊക്കെ അപ്പുറം നമ്മുടെ ഭാരതത്തിൻ്റെ തനതായ 5000 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു സംസ്കാരമുണ്ട്, യോഗ എന്ന ആ ഒരു സംസ്കാരം. ഒരുപക്ഷെ ഇത്രത്തോളം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും പ്രകൃതിയോട് ചേർത്ത് നിർത്തി ഒരു ഏക കേന്ദ്രീകൃത ബിന്ദുവിലേക്ക് കൊണ്ടുവരുന്ന ഒരു എക്സസൈസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിനചര്യ ഒരുപക്ഷെ നമുക്ക് മറ്റൊന്ന് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയില്ല തന്നെ എന്ന് തന്നെ പറയാം. നമ്മുടെ ഏറ്റവും അങ്ങേയറ്റം അഭിമാനകരമായ നമ്മൾ ഒരുപാട് അമൂല്യമായ സംഭാവനകൾ ലോകത്തിന് ഭാരതം നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അമൂല്യമായ ഒന്ന് തന്നെയാണ് യോഗ. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുകയാണ്. 2014 ഐക്യരാഷ്ട്രസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു നിർദ്ദേശമായിരുന്നു യോഗ അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കണമെന്നത്. അത് UN അംഗീകരിച്ച് ഈ പറഞ്ഞതുപോലെ ലോകമെമ്പാടും ഇന്ന് ഈ ഒരു ദിവസം അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കണം. വിപുലമായ ആഘോഷങ്ങളും പരിപാടികളും ഒക്കെയാണ് ഇന്ന് നടക്കാനിരിക്കുന്നത്. അത് രാജ്യത്തിനകത്തായാലും പുറത്തായാലും ഒക്കെ തന്നെ. സ്ട്രെസ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ മാനസിക സംഘർഷം കൂടി ഈ ഒരു ചര്യയിലൂടെ അത് മാറ്റാൻ സാധിക്കുന്നതാണ്. മറ്റേതൊരു എക്സസൈസിനേക്കാൾ നമുക്ക് ഏറ്റവും എടുത്ത് പറയാൻ കഴിയുന്ന കാര്യം. സ്ട്രെസ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നീറ്റ് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾ, മാതാപിതാക്കളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ രീതിയിൽ ഈ ഒരു സ്ട്രെസ്സ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നീറ്റ് പുനഃപരീക്ഷ നടക്കാനിരിക്കുന്നു. അതിപ്പോൾ നീറ്റായി തന്നെ നടക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത്രയ്ക്കുമാണ് സുരക്ഷാ ക്രമീകരണങ്ങളടക്കം ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി ഇന്നിപ്പോൾ ഏർപ്പാട് ആക്കിയിട്ടുള്ളത്. മാത്രമല്ല, അതേസമയം ഈ ഒരു പരീക്ഷയെ ഈ ഒരു തലത്തിലേക്ക് എത്തിച്ച കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ പാറ്റാക്കൂട്ടങ്ങളുടെ പ്രതിഷേധമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അത് ഇന്നും ഇപ്പോൾ തുടരും. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതുവരെ ആ ഒരു പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമുക്ക് വാർത്തകളൊക്കെ ഉണ്ട്. സൺഡേ ആണെങ്കിൽ കൂടി വിശദമായി തന്നെ ഒരുപാട് വാർത്തകളൊക്കെ വരാനിരിക്കുന്നു. അതിലേക്കൊക്കെ പോകാം. ആദ്യം തലക്കെട്ടുകളിലേക്ക്. കനത്ത സുരക്ഷയിൽ നീറ്റ് പുനഃപരീക്ഷ ഇന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 22.79 ലക്ഷം വിദ്യാർത്ഥികൾ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ. പഴുതടച്ച ക്രമീകരണങ്ങളെന്ന NTA-യും കേന്ദ്ര സർക്കാരും. രാത്രി മുഴുവൻ പ്രതിഷേധം തുടർന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കാതെ പിന്നോട്ടില്ലെന്ന് CJP. പകർച്ചവ്യാധി ഭീതിയിൽ സംസ്ഥാനം. ഇന്നലെ മാത്രം ഷിഗല്ല ബാധിച്ചത് 13 പേർക്ക്. ആശങ്കയായി എലിപ്പനിയും ഡെങ്കിപ്പനിയും. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കി ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് നിന്ന് ഡ്രൈ ഡേ. DHS നിയമന തർക്കം പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനം. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്ന പ്രമേയത്തിലൂന്നി ദിനാചരണം. കൊൽക്കത്തയിലെ പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. സംസ്ഥാനതല ഉദ്ഘാടനം ആരോഗ്യമന്ത്രി K. മുരളീധരൻ നിർവഹിക്കും. അമേരിക്ക ഇറാൻ തുടർ ചർച്ചകൾക്കിന്ന് ജനീവയിൽ തുടക്കം. US വൈസ് പ്രസിഡന്റ് JD വാൻസ് സ്വിറ്റ്സർലൻഡിലേക്ക്. ഇറാൻ സംഘത്തിൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറഗ്ചിയും. ലെബനോൺ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ച് ഇറാൻ. വാദം തള്ളി US സെൻട്രൽ കമാൻഡ്. 55 കപ്പലുകൾ ഹോർമൂസ് കടന്നതായി അമേരിക്ക. ഫിഫ ലോകകപ്പിൽ ജർമ്മനി നോക്കൌട്ട് റൗണ്ടിൽ ഐവറി കോസ്റ്റിനെ പരാജയപ്പെടുത്തിയത് 1-2 ഗോളുകൾക്ക്. ജർമ്മൻ ജയം. ആദ്യ പകുതിയിൽ പിന്നിൽ നിന്ന ശേഷം ഇഞ്ചുറി ടൈമിൽ വിജയ ഗോൾ നേടിയത് ഡെനിസ് ഉൻഡാവ്. സ്വീഡനെ 5-1 തകർത്ത നെതർലൻഡ്സ്. ആദ്യ ജയം തേടി സ്പെയിൻ സൗദി പോരാട്ടം ഇന്ന്. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടെ ഇന്നിപ്പോൾ
നീറ്റ് UG പുനഃപരീക്ഷ നടക്കാനിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 വരെയാണ് പരീക്ഷ. 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാൻ തയ്യാറായി കഴിഞ്ഞു. തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായെന്ന് NTA അറിയിച്ചു. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് ജന്തർ മന്ദറിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരം തുടരുകയാണ്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, ഒരുപാട് പ്രതീക്ഷകളാണ്, അതിലേറെ മാനസിക സമ്മർദ്ദമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ വിദ്യാർത്ഥികളും ഒപ്പം രക്ഷിതാക്കളും അടക്കം അവർ അനുഭവിച്ചത്. വീണ്ടും ഒരു ചോദ്യപേപ്പർ ചോർച്ച ഇല്ല എന്ന് അവർ ഉറപ്പാക്കി. ആ പ്രതീക്ഷയോടെ ഇന്നിപ്പോൾ രണ്ടാമത് പരീക്ഷ എഴുതാനായി എത്തുകയാണ്. പഴുതടച്ച സുരക്ഷ തന്നെയല്ലേ? സ്വപ്ന, ഗുഡ് മോർണിംഗ്. തീർച്ചയായും കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് നീറ്റ് UG പുനഃപരീക്ഷയുമായി ബന്ധപ്പെട്ട് നിലവിൽ വിദ്യാഭ്യാസ മന്ത്രാലയവും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും ചേർന്ന് ഒരുക്കിയിട്ടുള്ളത്. മെയ് 3 നടന്നിട്ടുള്ള പരീക്ഷയിൽ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ളത് ഉയർന്ന ആരോപണമായിരുന്നു. ടെലിഗ്രാമിൽ ഉൾപ്പെടെ ഇത്തരത്തിൽ ചോദ്യപേപ്പറുകൾ എത്തിയതോടുകൂടിയായിരുന്നു NTA ഇടപെട്ടുകൊണ്ട് വിശദമായ പരിശോധന നടത്തി പരീക്ഷ റദ്ദാക്കാനുള്ള തീരുമാനമെടുത്തത്. ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങളിലേക്ക് എത്തിക്കാതെ പരീക്ഷ പൂർണ്ണമായും റദ്ദാക്കി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളോടെ ചോദ്യപേപ്പർ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് തന്നെ പരീക്ഷ നടത്തുമെന്നുള്ളതായിരുന്നു അറിയിച്ചത്. അതിനനുസൃതമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ പരീക്ഷയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ, ചോദ്യപേപ്പർ എത്തിക്കുന്നത്, അതിന്റെ നടപടിക്രമങ്ങൾ, ഇതിനുവേണ്ടി വിപുലമായിട്ടുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. നിലവിലൊന്ന് വിലയിരുത്തുമ്പോൾ 5440 പരീക്ഷാ കേന്ദ്രങ്ങൾ, അത് രാജ്യത്തിനകത്തും വിദേശ രാജ്യങ്ങളിലുമായി ഇത്രയധികം പരീക്ഷാ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. 2 ലക്ഷത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരീക്ഷാ ഡ്യൂട്ടി നൽകിയിട്ടുള്ളത്. 15,000-ലധികം അർദ്ധസൈനിക വിഭാഗം ഈ 5440 പരീക്ഷാ കേന്ദ്രങ്ങളിലായി സുരക്ഷാ ചുമതലയുടെ മേൽനോട്ടം വഹിക്കും. ചോദ്യപേപ്പറുകൾ എത്തിക്കുന്നതിനും തിരിച്ച് ഉത്തരക്കടലാസുകൾ കൊണ്ടുപോകുന്നതിനുമുള്ള ചുമതല അർദ്ധസൈനിക വിഭാഗത്തിനാണ് നൽകിയിട്ടുള്ളത്. പരീക്ഷാ കേന്ദ്രങ്ങളിൽ പൂർണ്ണസമയ CCTV സർവൈലൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ CCTV NTA മുതിർന്ന ഉദ്യോഗസ്ഥർ കൃത്യമായി തന്നെ വിലയിരുത്തും. അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. യാതൊരു തരത്തിലും ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ തടയുന്നതിനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിരുന്നു. അതിലേറ്റവും നിർണായകമായിരുന്നു ടെലിഗ്രാം പ്ലാറ്റ്ഫോമിന്റെ നിയന്ത്രണം. അതിൽ ഈ ചോദ്യപേപ്പറുകളുടെ ചോർച്ച മുൻകൂട്ടി ഉണ്ടാകുന്നതിനപ്പുറത്തേക്ക് മുൻ തീയതികളിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ പോസ്റ്റിൽ പരീക്ഷ കഴിഞ്ഞ് ചോദ്യപേപ്പറുകൾ ലഭിച്ചതിന് ശേഷം വിദ്യാർത്ഥികളിൽ നിന്ന് ആ ചോദ്യപേപ്പറുകൾ പകർത്തി അത് മുൻപ് പോസ്റ്റ് ചെയ്ത പോസ്റ്റിൽ എഡിറ്റ് ചെയ്ത് ചോദ്യപേപ്പർ മുൻപേ തന്നെ ചോർന്നിട്ടുണ്ട് എന്ന് വരുത്തുന്ന ഒരു രീതി മുൻകാലങ്ങളിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള പിഴവുകൾ കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ടെലിഗ്രാമിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അത് ഡൽഹി ഹൈക്കോടതി ശരിവെച്ചു. കൂടാതെ ഇപ്പോൾ ഇന്ന് നടക്കാനിരിക്കുന്ന പുനഃപരീക്ഷ തന്നെ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടൊരു ഹർജി സുപ്രീം കോടതിയിലേക്ക് എത്തിയിരുന്നു. ആ ഹർജി അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. ഏതായാലും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ 5:15 വരെയാണ് നീറ്റ് പരീക്ഷ നടക്കുന്നത്. ഏകദേശം 23 ലക്ഷം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതാനുണ്ട്. പരീക്ഷാ സമയത്തിൽ 15 മിനിറ്റിന്റെ അധിക സമയം നൽകിയിരുന്നു. കാരണം ഇത്തവണ സുരക്ഷാ നടപടികൾ, പരിശോധന, ബയോമെട്രിക് പരിശോധന, ഇവയ്ക്കെല്ലാം തന്നെ കൂടുതൽ സമയമെടുക്കും. അതുകൊണ്ട് 15 മിനിറ്റ് പരീക്ഷയ്ക്ക് കൂടുതൽ അധിക സമയം നൽകിയിട്ടുണ്ട്. 4 റഫ് പേപ്പറുകളുടെ എണ്ണത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. ചോദ്യപേപ്പർ സൂക്ഷിക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും സമഗ്രമായ മാറ്റം NTA കൊണ്ടുവന്നിരുന്നു. ഇത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായിട്ടുള്ള വിജ്ഞാപനം കഴിഞ്ഞ ദിവസം NTA പുറത്തിറക്കി. കൂടാതെ വിദ്യാർത്ഥികൾക്കുള്ള സന്ദേശം NTA ഔദ്യോഗിക വാട്സ്ആപ്പ് നമ്പർ, ബ്ലൂടിക്ക് വെരിഫൈഡ് ആയിട്ടുള്ള ഔദ്യോഗിക വാട്സ്ആപ്പ് നമ്പറിൽ നിന്ന് മാത്രമായിരിക്കും വിദ്യാർത്ഥികൾക്കുള്ള ഔദ്യോഗിക സന്ദേശം എത്തുക. മറ്റ് വ്യാജ പ്രചരണങ്ങളിൽ ഒന്നും തന്നെ ശ്രദ്ധ നൽകേണ്ടതില്ല. വിദ്യാർത്ഥികൾ മെയ് 3 ഉള്ള പരീക്ഷയ്ക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത ഹാൾ ടിക്കറ്റുകൾ അസാധുവായിരിക്കും. പുതിയ പരീക്ഷയ്ക്ക്, ഇന്ന് നടക്കുന്ന പരീക്ഷയ്ക്കുള്ള ഹാൾ ടിക്കറ്റുകൾ വെബ്സൈറ്റിൽ വളരെ നേരത്തെ തന്നെ ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ കരുതണം. 2 ഫോട്ടോ കരുതണം. കൂടാതെ ഇതിൽ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നെ പാലിക്കണം എന്ന് വളരെ കൃത്യമായി തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പഴുതടച്ച സുരക്ഷാ ക്രമീകരണം വീണ്ടും ഒരിക്കൽ കൂടി വിദ്യാർത്ഥികളുടെ ശ്രമം പാഴാകാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പഴുതടച്ച കനത്ത കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ അടക്കം ഈ പരീക്ഷയ്ക്ക് നടത്തിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം ഇതിനെ ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഒരു അനാസ്ഥയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പിടിപ്പുകേടാണെന്ന വലിയ രീതിയിൽ തന്നെ വിമർശനം ഉയർന്ന സാഹചര്യവും നമ്മൾ കണ്ടതാണ്. കോക്രോച്ച് ജനതാ പാർട്ടി കഴിഞ്ഞ ദിവസം തന്നെ തുടങ്ങിയതാണ് ജന്തർ മന്ദറിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാലല്ലാതെ ആ പ്രതിഷേധം അവസാനിക്കില്ല. അതിനുവേണ്ടി തന്നെയാണ് ഇന്നും ഇപ്പോൾ പ്രതിഷേധം തുടരുന്നതല്ലേ?
സ്വപ്ന, നീറ്റ് പരീക്ഷ കൂടാതെ CBSE പരീക്ഷയും പുനർമൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള വീഴ്ചകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്നുള്ളതാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആവശ്യം. ഇക്കാര്യം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം കോൺഗ്രസും പ്രതിഷേധം നടത്തിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ജന്തർ മന്ദിറിൽ കോക്രോച്ച് ജനതാ പാർട്ടി പ്രതിഷേധം ആരംഭിച്ചത്. രാത്രിയും ആ വേദിയിൽ പ്രതിഷേധം തുടർന്നു. പോലീസുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഇന്ന് വൈകിട്ട് 5 മണിവരെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ജന്തർ മന്ദിറിൽ പ്രതിഷേധം നടത്താനുള്ള സമയം നൽകിയിട്ടുള്ളത്. എന്നാൽ അഭിജിത് ദീപ്കെ ഉൾപ്പെടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നവർ വ്യക്തമാക്കുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ സമരം തുടരും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് ശേഷം ഒരു സമയം നീട്ടി നൽകാനുള്ള സാധ്യത കുറവാണ്. കാരണം ജന്തർ മന്ദിറിൽ അത്തരത്തിൽ അനിശ്ചിതകാലത്തേക്ക് ഒരു സമരവേദിയാക്കാൻ പോലീസ് അനുവാദം നൽകാറില്ല. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് 5 മണിക്ക് സമയം അവസാനിക്കുമ്പോൾ പോലീസിന്റെ ഇടപെടൽ എന്തായിരിക്കും? അതല്ല ഈ ഒരു താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചുകൊണ്ട് നേരത്തെ ആദ്യഘട്ട സമരം ഡൽഹിയിൽ നടത്തിയിരുന്നു. പിന്നീട് വിവിധ നഗരങ്ങളിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടി ഇത്തരത്തിൽ സമരം നടത്തിയെങ്കിൽ പോലും സോഷ്യൽ മീഡിയ ലഭിച്ച ഒരു വലിയ ജനപിന്തുണ അവരുടെ പ്രത്യക്ഷ സമരത്തിന് ലഭിക്കുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഇന്നലെ തന്നെ 1000-ന് പുറത്ത് ആളുകൾ ജന്തർ മന്ദിറിൽ പകൽ സമയത്ത് സമരത്തിനെത്തിയെങ്കിൽ പോലും രാത്രിയിലേക്ക് 50-ൽ താഴെ ആളുകൾ മാത്രമായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിനെത്തിയത്. അതിന് പ്രത്യേക കാരണം ഈ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളൊന്നും തന്നെ ഈ പ്രത്യക്ഷത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയോ ആ സമരവേദിയിലേക്ക് എത്തണമെന്ന് പ്രവർത്തകരോട് ആഹ്വാനം ചെയ്യുകയോ ചെയ്തിട്ടില്ല. നിലവിൽ SFI ഉൾപ്പെടെ ചില ഇടത് വിദ്യാർത്ഥി സംഘടനകൾ മാത്രമാണ് കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സമരവേദിയിൽ എത്തിയിട്ടുള്ളത്. സ്വപ്ന, വിഷ്ണുവാണ് വിവരങ്ങളുമായി ചേർന്നത്. പലതരത്തിലുള്ള രീതിയിലുള്ള തന്ത്രങ്ങളൊക്കെ പയറ്റിയതാണ് ഇപ്പോൾ ഡൽഹി പോലീസ്. ഈ പറഞ്ഞതുപോലെ CJPയുടെ ഈ പ്രതിഷേധത്തെ മാറ്റിമറിക്കാൻ വെള്ളവും വൈദ്യുതിയും അടക്കമുള്ളവ വിച്ഛേദിച്ചു. എന്തായാലും ഇതിപ്പോൾ 5 മണിക്കപ്പുറം ഒരു പ്രതിഷേധത്തിനുള്ള അനുമതിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. നീറ്റ് UG പുനഃപരീക്ഷ ഇന്ന് ഉച്ചയ്ക്ക് 2 മുതൽ 5:15 വരെയാണ്. കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 23 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ ഇന്നിപ്പോൾ പരീക്ഷ എഴുതാനുള്ള തയ്യാറെടുപ്പുകളാണ്. ഇന്ത്യ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അറിയിച്ചിട്ടുണ്ട്. ജിഷ്ണുവാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തെ പകർച്ചപ്പനി ഒരു രക്ഷയുമില്ലാതെ തുടരുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെയാണ് ആശങ്കയും. എലിപ്പനി, ഡെങ്കിപ്പനി, അങ്ങനെ നീളുകയാണ് ആ ഒരു പട്ടിക തന്നെ. ഈ പകർച്ചപ്പനി ഇങ്ങനെ കൂടുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാം, ഇതിലാണ് ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധ. വീടുകളിൽ ശുചീകരണം നടത്തി ഇന്നിപ്പോൾ ഡ്രൈ ഡേ ആചരിക്കാനുള്ള നിർദ്ദേശമുണ്ട്. DHS നിയമന തർക്കം പ്രതിരോധ പ്രവർത്തനങ്ങളെ ബാധിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസവും ആരോഗ്യമന്ത്രി പറഞ്ഞു. അത് വീണ്ടും അദ്ദേഹം ആവർത്തിക്കുകയാണ്. അൺഫിലിറ്റ് ഡിസൂസ ചേരുകയാണ് വിവരങ്ങളുമായി. അൺഫിലിറ്റ്, ഈ പറഞ്ഞതുപോലെ തന്നെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ ഒരു സാഹചര്യമായതിനാൽ മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കം നടത്താനുള്ള സമയം വൈകി അതൊരു കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ അതിനപ്പുറം കടുത്ത നടപടികളിലേക്ക് ഒരുപക്ഷെ ആരോഗ്യവകുപ്പ് നീങ്ങിയില്ലെങ്കിൽ ഈ പകർച്ചപ്പനി അങ്ങേയറ്റം ആശങ്കാകരമായ രീതിയിലേക്ക് നീങ്ങുന്ന സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രത്യേകിച്ച് എലിപ്പനി, ഡെങ്കിപ്പനി അടക്കം കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. തീർച്ചയായും സ്വപ്ന, നമുക്ക് ഈ പകർച്ചപ്പനികളിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കുകൾ, കഴിഞ്ഞ ഒരു 3 ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഷിഗല്ല രോഗം ബാധിക്കുന്നു, ഷിഗല്ല രോഗം പടരുന്നു എന്നതിനോടൊപ്പം തന്നെയും ഡെങ്കിപ്പനിയും എലിപ്പനിയും വലിയ രീതിയിൽ വ്യാപിക്കുന്നു. സംസ്ഥാനത്ത് മുഴുവൻ ജില്ലകളിലും ഡെങ്കിപ്പനി, എലിപ്പനി വലിയ രീതിയിൽ പകർച്ചപ്പനികൾ ബാധിക്കുന്നു എന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കണക്കുകളൊക്കെ തന്നെയും. കാരണം ഓരോ ദിവസവും പ്രതിദിന ഡെങ്കിപ്പനി ബാധിതരുടെ എണ്ണം വലിയ രീതിയിൽ കൂടി വരുന്നു. അതോടൊപ്പം തന്നെ എലിപ്പനി ബാധിതരുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നില്ല. ഇന്നലേക്ക് കണക്ക് നോക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഇന്നലെ മാത്രം 24 മണിക്കൂറിനിടെ 11 പേർക്ക് എലിപ്പനി ബാധിക്കുന്നു. ഷിഗല്ല രോഗബാധിതവും 13 പേർക്ക് ബാധിച്ചു. ഡെങ്കിപ്പനി നോക്കുമ്പോൾ 75 പേർക്കാണ് ഇന്നലെ ഡെങ്കിപ്പനി ബാധിച്ചത്. പക്ഷേ 3 മരണം ഇന്നലെ പനി മൂലം മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ചെയ്ത മരണത്തിൽ 1 മരണം എലിപ്പനി മൂലമാണ് സ്ഥിരീകരിച്ചു. മറ്റു 2 സംശയമാണ്. അതിൽ 1 മഞ്ഞപ്പിത്തമാണെന്നൊക്കെ സ്ഥിരീകരിച്ചു. അങ്ങനെ ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം ഇതൊക്കെയാണ് വലിയ രീതിയിൽ. കഴിഞ്ഞ ദിവസമൊക്കെ നമുക്കറിയാം തലസ്ഥാനത്ത് എംപോക്സ്, അതായത് മങ്കി പോക്സ് വരെ റിപ്പോർട്ട് ചെയ്ത നമ്മൾ ഈ മറ്റു സ്ഥലങ്ങളിലൊക്കെ കേൾക്കുന്ന പനികൾ, പകർച്ചരോഗങ്ങളൊക്കെ തന്നെ കേരളത്തിൽ പിടിമുറുക്കുന്ന രീതിയിലേക്കൊക്കെയാണ് ഈ ഒരു മഴക്കാലത്ത് പോകുന്നത്. പ്രത്യേകിച്ച് ഷിഗല്ല നമുക്കറിയാം ഈ മാസം മാത്രം ഷിഗല്ല 133 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ഈ വർഷം കേരളത്തിൽ സ്ഥിരീകരിച്ചത് 209 ആണെങ്കിൽ അതിൽ 131 ഈ മാസം എന്ന് പറഞ്ഞാൽ 20-ാം തീയതി ഇന്നലത്തെ കണക്കുകൾ മാത്രം നോക്കുമ്പോൾ വയനാടാണ് ഏറ്റവും കൂടുതൽ ഷിഗല്ല ബാധിച്ചത്. ഈ മാസം മരിച്ചവരുടെ കണക്ക് നോക്കുമ്പോൾ 5 പേർ ഷിഗല്ല രോഗത്താൽ മരിച്ചു. പക്ഷേ ഇത് നിയന്ത്രണ വിധേയം തന്നെയാണെന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നു.
പക്ഷേ പനി മാത്രം പകർച്ചപ്പനി മാത്രമായി ഈ മാസം മാത്രം 20 തീയതി വരെയുള്ള കണക്കുകൾ 2.25 ലക്ഷത്തോളം പേർ സംസ്ഥാനത്തുടനീളം ചികിത്സ തേടി എന്നാണ് പറയുന്നത്. മരണവും അതനുസരിച്ച് കൂടുന്നുണ്ട്, ഡെങ്കിപ്പനി എണ്ണമൊക്കെ കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയും പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വളരെ രീതിയിൽ ശക്തിപ്പെടുത്താനാണ് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പ് സർക്കുലറൊക്കെ പുറപ്പെടുവിക്കുന്നു. ഡ്രൈ ഡേ ആഴ്ചയിൽ 3 ദിവസം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കുന്നു. വെള്ളിയാഴ്ച സ്കൂളുകളിൽ, ശനിയാഴ്ച സ്ഥാപനങ്ങളിൽ, ഞായറാഴ്ച വീടുകളിൽ. ഇന്നിപ്പോൾ ഞായറാഴ്ച വീടുകളിലാണ് ഡ്രൈ ഡേ ആചരിക്കുന്നത്. വീടും പരിസരവും ഒക്കെ ശുചിത്വമാക്കുക. ഇന്ന് ആരോഗ്യമന്ത്രിയുടെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങും. ആരോഗ്യമന്ത്രിയുടെ തലസ്ഥാനത്തെ അദ്ദേഹത്തിന് കവടിയാറുള്ള വീട്, ആ വസതിയിൽ അദ്ദേഹം ശുചീകരണം നടത്തി. അദ്ദേഹം തന്നെ നേരിട്ട് ശുചീകരണം നടത്തി. ഒരു 10 മണിയോടുകൂടി ശുചീകരണ പ്രവർത്തനങ്ങൾ ഡ്രൈ ഡേ, വീടുകളിലെ ശുചീകരണത്തിന്റെ അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്ത്, അല്ലെങ്കിൽ അദ്ദേഹം തന്നെ സ്വന്തം വീട് ശുചീകരിച്ച് ഒരു മാതൃക കാട്ടുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ ഡ്രൈ ഡേ കൃത്യമായി പാലിക്കണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ വളരെ കർശനമായ നിർദ്ദേശങ്ങളും ആരോഗ്യവകുപ്പ് രംഗത്ത് ഇറക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഉന്നതതല യോഗം ചേർന്നിരുന്നു ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത്. ആ യോഗത്തിൽ തന്നെ ഹൈപ്പർ കമ്മിറ്റി, നമുക്കറിയാം നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചാണ് ഹൈപ്പർ കമ്മിറ്റി. ആ ഹൈപ്പർ കമ്മിറ്റിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്ന് സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി. നിയന്ത്രണ വിധേയം തന്നെയാണ്, ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ കരുതലും ജാഗ്രതയും ഒട്ടും തന്നെ കുറവില്ലാതെ തന്നെ സൂക്ഷിക്കേണ്ടതുണ്ട്. കാരണം മഴക്കാലത്തെ ശുചീകരണത്തിൽ സ്വപ്ന നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ മഴക്കാലപൂർവ്വ ശുചീകരണ രോഗങ്ങൾ എവിടെയൊക്കെ പാളിച്ച പറ്റിയിട്ടുണ്ട് എന്ന് മന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അത് ഭരണം മാറുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഉദ്യോഗസ്ഥലത്തിലും ഏകോപനത്തിലുണ്ടായ ചെറിയൊരു പാളിച്ചയാണ്. പക്ഷെ അത് ഒരു കാരണമായി പറയുമ്പോൾ അത് മാത്രം അങ്ങനെ നിൽക്കാൻ പാടില്ല. അതിൽ നിന്ന് നമ്മൾ തിരിച്ചൊരു മടങ്ങിപ്പോക്കിലേക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആരോഗ്യവകുപ്പ് വളരെ രീതിയിൽ സടകുടൻ എഴുന്നേറ്റുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളൊക്കെ, പ്രത്യേകിച്ച് ഭരണം മാറിയ ഒരു സാഹചര്യം, പുതിയ ആരോഗ്യമന്ത്രി കൂടിയാണ്. ആ രീതിയിൽ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിലവിലെ മറുമരുന്നില്ല. ഈ പറഞ്ഞതുപോലെ ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചു തന്നെ ഇത് മുന്നോട്ട് പോകണം. മൺഫിലിറ്റ് ഇത് അതിനും ഒപ്പം തന്നെ ചോദിക്കേണ്ടി വരുന്നത്, ഈ DHSൽ ഡയറക്ടർമാരുടെ കസേരകൾ ഇനിയും അവസാനിക്കുന്ന സാഹചര്യം കാണാനില്ല. ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ്, തിങ്കളാഴ്ച വീണ്ടും അത് ആവർത്തിക്കുമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരുപക്ഷേ ഈ പ്രവർത്തനങ്ങളെയെല്ലാം, പ്രത്യേകിച്ച് ഈ പനി ഇത്രയും ആശങ്കയേറ്റി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഈ പ്രവർത്തനങ്ങളെയെല്ലാം, ആരോഗ്യവകുപ്പിൻ്റെ ഈ പ്രവർത്തനങ്ങളെയെല്ലാം ഇത് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? തീർച്ചയായും ഈ പകർച്ചപ്പനിയിൽ പിടിമുറുക്കി നിൽക്കുന്ന സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെയാണ് ഇതൊക്കെ തന്നെ ഏകോപിപ്പിക്കേണ്ടത്. മന്ത്രി കഴിഞ്ഞാൽ പിന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കാണ് ഇതിലേക്ക് ചുമതല. അതുകൊണ്ടാണ് പ്രതിപക്ഷം ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത്. ഈ ഒരു വേളയിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ഇങ്ങനെ സ്ഥലം മാറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രതിഷേധമൊക്കെ കാണിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഉയർത്തുന്നത്. പക്ഷേ മന്ത്രി പറയുന്നത് നിയമപരമായി ഒക്കെ തന്നെയാണ് അത് ചെയ്തത്. ഒരു സർക്കാർ വരുമ്പോൾ സർക്കാരിൻ്റെ സംവിധാനങ്ങളോ യോജിച്ചു പോകാൻ കഴിയാത്തത് കൊണ്ട് DHSനെ സ്ഥലം മാറ്റി എന്ന ന്യായീകരണത്തിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ ആ വാദം ഉയർത്തുന്നതോടൊപ്പം തന്നെ DHS ട്രൈബ്യൂണലിൽ പോയി സർക്കാരിന്റെ ഉത്തരവിനെതിരെ സ്റ്റേ ഹർജിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സ്റ്റേ ഉത്തരവുമായി DHS വരുന്നു. ഇന്നലെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. തുടർച്ചയായി 2 ദിവസവും DHS ഡോക്ടർ റീന അദ്ദേഹത്തിന്റെ പദവിയിൽ കസേരയിൽ വരുന്നു. അതേസമയം സർക്കാർ നിയോഗിച്ച ഡോക്ടർ മീനാക്ഷി ആകട്ടെ ആ കസേര വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ ഒരു കസേരകളി ഇപ്പോഴും തുടർച്ചയായ ദിവസങ്ങളിൽ തുടരുകയാണ്. ഇന്നിപ്പോൾ ഞായറാഴ്ച അവധി ദിവസമായിട്ട് ഉണ്ടാവുകയില്ല. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ മുഖാമുഖമാണ് ഈ 2 പേരും, ഡോക്ടർ മീനാക്ഷിയും ഡോക്ടർ റീനയും മുഖാമുഖം ഇരുന്നാണ്, ഒരു റൂമിലിരുന്നാണ് അവർ മടങ്ങിയത്. ഇപ്പോൾ നിയമ പോരാട്ടം തുടരുമെന്ന് മീനാക്ഷി ഡോക്ടർ റീനയും പറയുന്നു. കാരണം ട്രൈബ്യൂണലിന്റെ ഉത്തരവ് തന്റെ കൈവശമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉത്തരവിന്റെ സ്റ്റേ നൽകിയൊരു സാഹചര്യത്തിൽ അതുമായാണ് താൻ ആ പദവി ഏറ്റെടുക്കാൻ വരുന്നതെന്ന് റീന പറയുമ്പോൾ, സർക്കാരാകട്ടെ ആരോഗ്യമന്ത്രി ആകട്ടെ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനെതിരെ അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം തേടിയിട്ടുണ്ട്. അതനുസരിച്ച് ഹൈക്കോടതി ഹർജി നൽകിയിട്ടുണ്ട് ട്രൈബ്യൂണൽ വിധിക്കെതിരെ. അപ്പോൾ ആ നിയമ പോരാട്ടം തുടരുന്നുവെന്നും കൃത്യമായി തന്നെ ആ ഉത്തരവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു DHSന്റെ നിയമവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ ഒന്നും തന്നെയും ഈ ആരോഗ്യ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനെ ഒട്ടും ബാധിക്കില്ല എന്ന് മന്ത്രി ആവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കാരണം കൃത്യമായ നിർദ്ദേശങ്ങൾ DHSുമായി ബന്ധപ്പെട്ട ഈ പ്രശ്നങ്ങളൊന്നും തന്നെ ഇതിനെ ബാധിക്കാതിരിക്കാൻ പ്രത്യേക നിർദ്ദേശവും ജാഗ്രതയും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ തരത്തിലും ഏതെങ്കിലും രീതിയിൽ ഫയൽ നീക്കങ്ങളെയോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളെയോ ആരോഗ്യവകുപ്പിന്റെ മറ്റു പ്രവർത്തനങ്ങളെയോ ഒന്നും തന്നെ ഇത് ബാധിക്കാത്ത രീതിയിലുള്ള കരുതൽ നടത്തിയിട്ടുണ്ട്. ബാധിക്കാത്ത രീതിയിൽ വേണ്ട ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. സ്വപ്ന.
തീർച്ചയായും കൃത്യമായ നിർദ്ദേശങ്ങൾ, ആരോഗ്യവകുപ്പിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കുക. അതനുസരിച്ച് ഇതിപ്പോൾ ഡ്രൈ ഡേ ആണ്, വീടുകളിലാണ് ഇത് ആചരിക്കുന്നത്. എന്തായാലും ഈ ഒരു പ്രവർത്തനങ്ങളെയൊന്നും, ഈ പനിക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങളെയൊന്നും ഈ DHSലെ ഈ നിയമന തർക്കങ്ങളോ അല്ലെങ്കിൽ അവിടുത്തെ നാടകങ്ങളോ ഒന്നും ബാധിക്കില്ല എന്ന് ആരോഗ്യമന്ത്രി ആവർത്തിക്കുക തന്നെയാണ്. അൺഫിറ്റാണ് വിശദമായ റിപ്പോർട്ടുമായി ചേർന്നത്. ഇന്നിപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റു പ്രധാനപ്പെട്ട വാർത്ത, ഇന്നിപ്പോൾ താരസംഘടനയായ അമ്മയുടെ ജനറൽ ബോഡി യോഗം ഇന്ന് ചേരാനിരിക്കുന്നു. അൻസിബ വിഷയം, അമ്മയിലെ നിലവിലെ തർക്കങ്ങൾ, ഇതെല്ലാം യോഗത്തിൽ ചർച്ചയാകും. ഉണ്ണി ശിവപാൽ രാജിവെച്ച ട്രഷറർ സ്ഥാനത്തേക്കും അൻസിബ രാജിവെച്ച ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്കും തിരഞ്ഞെടുപ്പ് നടക്കും. പുതിയ നേതൃത്വം ചുമതലയേറ്റ് 1 വർഷം പൂർത്തിയാകുന്ന അവസരത്തിലാണ് അമ്മയുടെ നിർണായക യോഗം ഇന്ന് നടക്കുന്നത്. അംഗങ്ങൾക്കായുള്ള പുതിയ പദ്ധതികളുടെ പ്രഖ്യാപനവും ഇന്നുണ്ടാകും. നടി അൻസിബ, നടൻ മോഹൻലാൽ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കാനായി എത്തും. കേന്ദ്രമന്ത്രിയും അമ്മയിലെ അംഗവുമായ സുരേഷ് ഗോപിയും എത്തിയേക്കും. അതേസമയം ഉണ്ണി ശിവപാലിന്റെ വിശദീകരണം ഇന്ന് അപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അമ്മയിൽ നീതി നിഷേധമെന്നാണ് ഉണ്ണി ശിവപാൽ പറയുന്നത്. ജനറൽ ബോഡിയിൽ എല്ലാ കാര്യവും തുറന്നു പറയും. ഓഫീസ് സ്റ്റാഫിന്റെ പരാതിയിൽ തന്റെ ഭാഗം എന്താണ് എന്ന് കേട്ടില്ല. തന്നെ നിർബന്ധിത അവധിയിൽ പറഞ്ഞയച്ചുവെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. നമുക്കെല്ലാം അറിയാം, ഒരുപാട് കാര്യങ്ങളും പല വാദങ്ങളും വീരവാദങ്ങളൊക്കെ സമൂഹത്തിൽ അമ്മയ്ക്ക് ദോഷമായ രീതിയിൽ സംസാരിച്ചു പലരും. പക്ഷേ നിങ്ങളുടെ വിശ്വാസം കൊണ്ട് കഴിഞ്ഞ 1.5 മാസമായി ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ സുഹൃത്തുക്കൾ, അമ്മയിലെ എന്നെ ഇഷ്ടപ്പെടുന്ന ചില മെമ്പേഴ്സ്, അവരെല്ലാം കാത്തുനിന്ന ദിവസമാണ് ഈ 21-ാം തീയതി എന്ന നമ്മുടെ ആനുവൽ ജനറൽ ബോഡി. അതുവരെ ഞാൻ കാത്തു നിൽക്കുമെന്ന് പറഞ്ഞു. ആ വാക്ക് ദൈവാധനം കൊണ്ട് എത്ര പ്രശ്നം ഉണ്ടായാലും, എത്ര ഇല്ലാ കഥകൾ മെനഞ്ഞെടുത്താലും എനിക്ക് കാത്തു നിൽക്കാൻ പറ്റിയെന്നുള്ള സർവേശ്വരനോട് ഞാൻ നന്ദി പറയുകയാണ്. ഞാൻ വരുന്നുണ്ട്. എനിക്ക് പറയാൻ അവസരം തരുമോന്നും എനിക്കറിയത്തില്ല. കാരണം അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം അമ്മയിലെ എലക്ട് ചെയ്ത ഒരു ട്രഷറർ പുറത്ത് നിൽക്കേണ്ടി വരുന്നു അകാരണമായി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല കത്തുകളും ഇമെയിലുകളും അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. ഈ കൊടുത്തിരിക്കുന്ന ഇമെയിലിലൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ ഫോൺ കൊടുക്കാം, എൻ്റെ വാട്സപ്പ് ചാറ്റുകൾ കൊടുക്കാം, എൻ്റെ യൂബർ യാത്രകൾ കൊടുക്കാം, എൻ്റെ പോളിഗ്രാഫ് ടെസ്റ്റിന് പോലും ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് പല കാര്യങ്ങളിലൂടെയും ഞാൻ അറിയിച്ചിട്ടും അത് ഒരു ചെറിയ വില പോലും കൽപ്പിക്കാതെ 12-ാം തീയതി, അതായത് മെയ് 12-ാം തീയതി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും അതിൽ ഓൺലൈൻ ഞാൻ പങ്കെടുക്കുമ്പോൾ എനിക്ക് പറയാണ്ടെന്ന് പറഞ്ഞത് കേൾക്കാതെ അവസാനം നെറ്റ്വർക്ക് പോയ സമയത്തേക്കും ഞാൻ തിരിച്ചു വരുമ്പോഴും മീഡിയയിലൂടെയാണ് ഞാൻ കാണുന്നത് ഉണ്ണി ശിവപാലിനെ അവർ തൽക്കാലത്തേക്ക് ലീവിന് പറഞ്ഞയച്ചു. ഇത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അമ്മയുടെ ഏത് ഖണ്ഡികയിലാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അധികാരമുള്ളത്? കാരണം എന്നെ കേൾക്കാതെ, ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെ, ഒരു സ്റ്റാഫ് പറഞ്ഞ കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എൻ്റെ മൊബൈൽ, എൻ്റെ വാട്സപ്പ് ചാറ്റ്, എൻ്റെ യൂബർ യാത്രകൾ, അതുകൂടാതെ പോളിഗ്രാഫ് ടെസ്റ്റ് പോലെ ഞാൻ തയ്യാറാണ്. അതൊരു വിദഗ്ധ കമ്മിറ്റിയിലൂടെ, ഈ കമ്മിറ്റിയിലെ എത്ര എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെ തയ്യാറാവും. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾക്ക് ഇന്ന് സ്വിറ്റ്സർലൻഡിൽ തുടക്കമാവുകയാണ്. ചർച്ചയ്ക്കായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് സ്വിറ്റ്സർലൻഡിലേക്ക് പുറപ്പെട്ടു. ഇറാൻ പ്രതിനിധി സംഘത്തിലുള്ള വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയും ഇറാൻ പാർലമെന്റ് സ്പീക്കറും സ്വിറ്റ്സർലൻഡിലെത്തി. പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി അസിം മുനീറും ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. അതേസമയം ലെബനോണിലെ ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചത് സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു. ഇന്നലെ വൈകിട്ടാണ് ലെബനോണിലെ ഇസ്രായേലിന്റെ വെടിനിർത്തൽ ലംഘനങ്ങളെ തുടർന്ന് ഇറാൻ സൈന്യം ഹോർമൂസ് കടലിടുക്ക് അടച്ചത്. എന്നാൽ ഇറാന്റെ വാദം തള്ളി അമേരിക്ക രംഗത്ത് വന്നു. ഹോർമൂസ് അടച്ചിട്ടില്ല എന്നും ഇതുവരെ 55 കപ്പലുകൾ കടലിടുക്ക് വഴി കടന്നുപോയി എന്നും US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആശയം ഏറ്റെടുത്ത് 2015 ഐക്യരാഷ്ട്രസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിച്ചത്. ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി യോഗ ഇന്ന് രാജ്യാതിർത്തികൾ കടന്ന് ആഗോള ജനതയുടെ ജീവിതശൈലിയായി മാറിയിട്ടുണ്ട്. യോഗ ഫോർ ഹെൽത്തി ഏജിംഗ് എന്ന പ്രമേയത്തോടെ ഇന്ന് 12ാമത് അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിക്കുകയാണ്. മുൻപ് പാശ്ചാത്യ രീതികൾക്ക് മാത്രമായിരുന്നു ആഗോളതലത്തിൽ പ്രാധാന്യം ലഭിച്ചതെങ്കിൽ ഇന്ന് ഭാരതത്തിൻ്റെ രീതികളും ആശയങ്ങളും അനുകരിക്കാൻ ലോകം മത്സരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് യോഗയും ആയുർവേദവുമെല്ലാം.
2014 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിക്കണമെന്ന ആശയം മുൻപോട്ട് വെച്ചത്. മനുഷ്യരാശിക്ക് ഇന്ത്യ നൽകിയ അമൂല്യമായ സമ്മാനമാണ് യോഗയെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ലോകത്തെ മുഴുവൻ കുടുംബമായി കാണുന്ന വസുദൈവ കുടുംബകം എന്ന ആശയമാണ് ഭാരതം പിന്തുടരുന്നതെന്നും വ്യക്തമാക്കിക്കൊണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ തുടക്കം. ये भारत के जीवन का हिस्सा है और उसका कारण उस फिलॉसफी के तहत भारत उस जीवन दर्शन के तहत आगे बढ़ता रहा है. ഇന്ത്യയുടെ നിർദ്ദേശം ഐക്യരാഷ്ട്രസഭ 175 അംഗരാജ്യങ്ങളുടെ റെക്കോർഡ് പിന്തുണയോടെ അംഗീകരിച്ചു. 2015 ജൂൺ 21 ആദ്യത്തെ യോഗാ ദിനമായി പ്രഖ്യാപിച്ച് ആചരിച്ചു. പിന്നീട് ഓരോ വർഷവും ഓരോ പ്രമേയത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗാ ദിനത്തെ പ്രോത്സാഹിപ്പിച്ചത്. ഓരോ വർഷവും രാജ്യത്തിനകത്തും വിദേശ വേദികളിലുമായി യോഗാ ദിനാചരണത്തിന്റെ എണ്ണം വർദ്ധിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ വർഷവും യോഗാ ദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒരു കാലത്ത് ഇന്ത്യയുടെ പാരമ്പര്യ വിജ്ഞാനമായി മാത്രം അറിയപ്പെട്ടിരുന്ന യോഗ ഇന്ന് ലോക ജനതയുടെ പൊതുസമ്പത്തായി മാറിയിരിക്കുകയാണ്. ആരോഗ്യമുള്ള ശരീരത്തിനും മനസ്സിനും ലോകം യോഗയെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാനേറെയുണ്ട്. ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒതുങ്ങിപ്പോകാതെ പ്രായത്തെ തോൽപ്പിച്ചു മുന്നേറുന്ന ഒരു കൂട്ടം മുതിർന്ന പൗരന്മാരുടെ കഥയാണ് ഈ യോഗാ ദിനത്തിൽ പറയാനുള്ളത്. തൃശൂർ കൈപ്പള്ളി ക്യാപ്റ്റൻ ലക്ഷ്മി അങ്കണവാടിയിലെ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സൗജന്യ യോഗ പരിശീലന കളരി അക്ഷരാർത്ഥത്തിൽ അംഗങ്ങളെ ആവേശത്തിലാഴ്ത്തുകയാണ്. സ്ത്രീകളും പുരുഷന്മാരും അടക്കം പ്രായത്തിന്റെ അതിർവരമ്പുകളെല്ലാം ഭേദിച്ച് യോഗ പരിശീലനത്തിന്റെ ഭാഗമായി മാറുന്നു. പ്രായമെന്നത് വെറും അക്കങ്ങൾ മാത്രമാണെന്ന് തെളിയിക്കുകയാണ് ഈ മുതിർന്ന പൗരന്മാർ. കൈപ്പള്ളി ക്യാപ്റ്റൻ ലക്ഷ്മി അംഗനവാടിയിലെ വയോജന ക്ലബിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച സൗജന്യ യോഗ പരിശീലന കളരിയിൽ അംഗങ്ങളെല്ലാം വലിയ ആവേശത്തിലാണ്. പുരുഷന്മാരും സ്ത്രീകളുമടക്കം നിരവധി പേരാണ് ദിനചര്യയുടെ ഭാഗമായി ഇവിടെ ചിട്ടയായ യോഗ പരിശീലനം നേടുന്നത്. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവരിൽ മിക്കവരും 50 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ളവരാണ്. കൈപ്പള്ളിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമുള്ള നിരവധി പേർ യോഗ പഠിക്കാനായി ഇവിടെ എത്തുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ 1.5 മണിക്കൂർ നേരമാണ് അങ്കണവാടി കെട്ടിടത്തിന്റെ മുകളിൽ വെച്ച് ഈ പരിശീലനം നടക്കുന്നത്. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറിയായി വിരമിച്ച പ്രസന്നയും ലക്ഷ്മി സുധയും ചേർന്നാണ് പൂർണ്ണമായും സൗജന്യമായി യോഗ പരിശീലനം നൽകുന്നത്. അമ്മൂമ്മമാരുടെ കൂടെയും കുട്ടികൾ വരുന്നുണ്ട്. 8 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആൾക്കാരാണ് പരിശീലനത്തിനായിട്ട് വരുന്നത്. വീട്ടമ്മമാരുണ്ട്. അവർക്കെല്ലാം പലതരത്തിലുള്ള വേദനകൾ ഉണ്ടായിരുന്നു എന്നാണ് യോഗയ്ക്ക് വരുമ്പോൾ പറഞ്ഞത്. ഇപ്പോൾ അതെല്ലാം മാറി വളരെ ഭയങ്കര ഹാപ്പി സന്തോഷമായിട്ടിരിക്കുന്നു. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷം തന്നെയാണ്. കേവലം യോഗാ പരിശീലനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ വയോജന ക്ലബിന്റെ പ്രവർത്തനം. സമൂഹത്തിന് മാതൃകയാകുന്ന തരത്തിൽ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളിലും കമ്മ്യൂണിറ്റി വളണ്ടിയർ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കാളികളാകുന്നവരും ഈ വയോജന കൂട്ടായ്മയിലുണ്ട്. വാർദ്ധക്യകാലത്തെ രോഗങ്ങൾക്കും ഒറ്റപ്പെടലുകൾക്കുമെതിരെ യോഗയിലൂടെയും സാമൂഹിക സേവനങ്ങളിലൂടെയും പ്രതിരോധം തീർക്കുകയാണ് ഈ കൈപ്പള്ളിക്കാർ. അമൃത ന്യൂസ്, തൃശൂർ. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് പന്തളം അമൃത വിദ്യാലയത്തിൽ വിവിധ പരിപാടികൾ നടത്തി. പരിപാടികളോടനുബന്ധിച്ച് നടത്തിയ യോഗ ആയുർവേദ ഡോക്ടറും സൈക്കോളജിസ്റ്റും മികച്ച യോഗ പരിശീലകനുമായ ഡോക്ടർ അശ്വിൻ ഹരി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും സമന്വയമാണ് യോഗയെന്ന് പറഞ്ഞ അദ്ദേഹം സമകാലികതയിൽ യോഗയുടെ പ്രസക്തിയും വിശദമാക്കി. സ്കൂൾ പ്രിൻസിപ്പൽ സ്വാമിനി അഭിവന്ദ്യാമൃത ചൈതന്യ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ പന്തളം മാതാ അമൃതാനന്ദമി മഠമഠാധിപതി സ്വാമിനി സ്വാതികാമൃത ചൈതന്യ ആശംസകൾ നേർന്നു. തുടർന്ന് കുട്ടികളുടെ യോഗ പ്രദർശനവും നടത്തി. ನಮಸ್ಕಾರ, ಪೂರ್ವ ನಮಸ್ಕಾರ, ಉತ್ಥಾನಾಸನ, ಪ್ರಾರಂಭ ಹನುಮಾನಾಸನ, ತುಲಾಸನ.
അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ CISF ഉദ്യോഗസ്ഥരും അമൃത യുവധർമ്മധാരയും CIF സംയുക്തമായി നടത്തുന്ന അന്താരാഷ്ട്ര യോഗാ ദിനാചരണം കൊച്ചി വിമാനത്താവളത്തിൽ തുടങ്ങി. उसके बाद आएंगे नाभि के बिल्कुल एग्जैक्ट ऑपोजिट पीठ पे हिट करना, अच्छे सेंटर्स होते हैं ऊर्जा के केंद्र. उसके बाद अपनी किडनीज को एक्टिवेट करना, हिट करते हुए फिर पीठ को टैप करते हुए सिर को टैप करेंगे और माथे को टैप करते हुए पूरे चेहरे को टैप. ठीक है. और जब हिट करने का मौका है थोड़ा जोर से हिट करेगा ताकि एक एक ऑर्गन एक्टिवेट हो सके. पहले दोनों हाथों को चार्ज करना है, दोनों हाथों को रब करेंगे, अच्छे से हाथों में हीट फील होगा. और स्टार्ट करते हैं राइट साइड से. रेडी स्टडी एंड गो. अपनी दाहिनी बाजू को ऊपर की तरफ सेट करना, राइट साइड. ठीक है. जोर से आवाज नहीं आ रही, नीचे की तरफ से जोर की थोड़ी कमी. बाएं साइड, बाएं बाजू ऊपर की तरफ से. ठीक है. പ്രശാന്ത് ചേരുകയാണ് വിവരങ്ങളുമായി. പ്രശാന്ത്, സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളും ഈ ഒരു മഹത്തായ ജീവിത രീതിയുടെ ജീവിതശൈലിയുടെ ഭാഗമായി മാറുന്ന കാഴ്ച ഇന്നിപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ CISF ഉദ്യോഗസ്ഥരും ഇതിൻ്റെ ഭാഗമായി മാറുകയാണല്ലോ. ഈ അമൃത യുവധർമ്മധാരയുമായി സഹകരിച്ച് കൈകോർത്ത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഭാഗമായി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ CISF ഉദ്യോഗസ്ഥരും യോഗ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. അമൃത യുവധർമ്മധാരയുമായി സംയുക്തമായി ചേർന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനാചരണം കൊച്ചി വിമാനത്താവളത്തിൽ നടത്തുന്നത്. സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഭാഗമായി മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. പ്രശാന്തിലേക്കാണ്. പ്രശാന്ത്, നേരത്തെ ഞാൻ പറയുകയായിരുന്നു, ഈ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളും തുറകളിലും ഉള്ളവർ ഈ ഒരു ജീവിതശൈലിയുടെ ഭാഗമായി ഒരുപാട് പേർ ഇതിനോടകം തന്നെ ആയിക്കഴിഞ്ഞു. കൂടുതൽ പേർ ഇതിലേക്ക് ആകൃഷ്ടരായി വരുന്നു. ഇന്നിപ്പോൾ ഇവിടെ കൊച്ചി വിമാനത്താവളത്തിൽ നടക്കുന്ന യോഗാ ദിനാഘോഷങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നേരത്തെ സൂചിപ്പിച്ചാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു സമയത്ത് ഇതൊരു വലിയ ദൗത്യമായി പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കുന്ന ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ പിന്തിരിഞ്ഞ ഒരു സംസ്ഥാനം എന്ന് വേണമെങ്കിൽ നമുക്ക് കേരളത്തിൽ പറയാം. പിന്നീട് ഘട്ടം ഘട്ടമായ കേരളം യോഗയുടെ ഭാഗമാകുന്നു. ഇന്നിപ്പോൾ എല്ലാ സ്ഥലത്തും, അതായത് സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ ഇതിന് നേതൃത്വം നൽകുകയും പൂർണ്ണമായും അതിന്റെ പിന്തുണയിലേക്ക് വരികയൊക്കെ ചെയ്തു. ഒപ്പം വിവിധ നടത്തുന്നു. ഏറ്റവും പ്രധാനമായ ഒരു പങ്കാളിത്തം ഉണ്ടായിരുന്നത് തുടക്കം മുതൽ തന്നെ, അതായത് സർക്കാർ ഈ യോഗാദിനം ആചരിക്കാൻ തീരുമാനിക്കുന്നതിന്റെ ഇതിന്റെ ഭാഗമായിരുന്നത് മാതാമൃതാനന്ദമയി മഠം തന്നെയാണ്. അമ്മയുടെ നിർദ്ദേശപ്രകാരം തന്നെയായിരുന്നു ഐജിന്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതിപ്പോൾ അത് സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായി വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ് എടുത്ത് പറയേണ്ടത്. അത് വളരെ കൃത്യമായി തന്നെ ഇപ്പോൾ CISF ചേർന്നാണ് കൊച്ചി ഒരു പരിപാടി ഇപ്പോൾ സംഘടിപ്പിക്കുന്നത്. ആശ്രമത്തിന്റെ നേതൃത്വം തന്നെയാണ് പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. CISFന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ, കമാൻഡർ അടക്കമുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇപ്പോൾ യോഗാ ദിനത്തിൽ യോഗത്തിന്റെ ഭാഗമായി ഇപ്പോൾ കൊച്ചി വിമാനത്താവളത്തിലെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആശ്രമത്തിൽ നിന്ന് സ്വാമി അനഘാമൃതാനന്ദപുരി ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തിയിട്ടുള്ള ബ്രഹ്മചാരികളും അടുത്തുള്ള യോഗ പരിശീലകരും ഒക്കെ തന്നെയാണ് യോഗത്തിൽ ഇപ്പോൾ നേതൃത്വം നൽകിയിട്ടുള്ളത്. നിരവധിയായി 100ഓളം വരുന്ന CISFന്റെ ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെയാണ് ഇപ്പോൾ യോഗാ ദിനത്തിന്റെ ഭാഗമായി ഇപ്പോൾ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഇത് കൊച്ചിയിൽ മാത്രമാണ്, കൊച്ചിയിലെ വിമാനത്താവളത്തിൽ മാത്രമാണ്, മറ്റ് വിവിധ ഇടങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഒക്കെ ഭാഗമായി എറണാകുളത്തെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ പരിപാടികളുണ്ട്. പക്ഷേ കേരളത്തിന്റെ യോഗാ ദിനാചരണം വളരെ ഭംഗിയായി കൃത്യമായി തന്നെ നിരവധി മേഖലയിൽ ആളുകൾ അത് യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി മാത്രമല്ല, യോഗ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കുകയാണ് മലയാളികൾ എന്നുള്ളതാണ് എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. പ്രശാന്താണ് വിവരങ്ങളുമായി ചേർന്ന്. നെഹ്റു ട്രോഫി നടത്തിപ്പ് കണക്കുകളിൽ ഉണ്ടാകുന്ന ക്രമക്കേടുകൾക്ക് അവസാനമില്ല. മത്സരം നടന്ന ഒരു വർഷത്തിന് ശേഷം അവതരിപ്പിക്കുന്ന കണക്കിൽ ഇത്തവണയും ക്രമക്കേടുകളുണ്ടെന്നാണ് പരക്കെയുള്ള ആക്ഷേപം. സാമ്പത്തിക ഇടപാടുകളിലും കണക്കുകളിലും ബാങ്ക് ബാലൻസിലും മാറ്റം വരുമെന്നാണ് ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. കളക്ടർ ചെയർമാനും RDO കൺവീനറുമായ കമ്മിറ്റിയുടെ കണക്ക് സ്ഥിരമായി മത്സരത്തിന് ഒരു വർഷത്തിന് ശേഷമാണ് അവതരിപ്പിക്കുന്നത്. കഴിഞ്ഞ തവണ ഓഡിറ്ററെ കാണിക്കാതെ ടാക്സ് കൺസൾട്ടന്റിനെ വെച്ച് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് അവതരിപ്പിച്ചത്. ഓരോ വർഷവും പുതിയ കമ്മിറ്റി വരാറുണ്ടെങ്കിലും പഴയ ആളുകൾ തന്നെയാണ് മിക്കവാറും പുതിയ കമ്മിറ്റിയിലും വരുന്നതെന്നാണ് പൊതുവെയുള്ള ആക്ഷേപം. സുവനീർ പ്രകാശിപ്പിക്കാതെ 2.5 ലക്ഷം രൂപ ചെലവെഴുതിയിരിക്കുന്നതാണ് ഇത്തവണത്തെ പ്രധാന പൊരുത്തക്കേട്. വരവിന്റെ കൂട്ടത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റിയിൽ നിന്ന് ലഭിച്ച ഈ തുക രേഖപ്പെടുത്തിയിട്ടുമില്ല.
സാധാരണ സുവിനീറിലേക്ക് പരസ്യയിനത്തിൽ തന്നെ നല്ല വരുമാനം ലഭിക്കും. നെഹ്റു ട്രോഫി കമ്മിറ്റിയിൽ നിന്ന് നാമമാത്രമായ തുക മാത്രമേ ആവശ്യം വരാറുള്ളൂ എന്നിരിക്കെയാണ് 2.5 ലക്ഷം രൂപ ചെലവിനത്തിൽ കാണിച്ചിരിക്കുന്നത്. 2024 പവലിയൻ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരന് 3.5 ലക്ഷം രൂപ കുടിശ്ശികയുണ്ടായിരുന്നു. എന്നാൽ കമ്മിറ്റിയുടെ കയ്യിൽ പണമുണ്ടായിരുന്നിട്ടും നൽകിയില്ല. ആൾ മരണപ്പെട്ടിട്ടും കുടുംബത്തിന് ആ തുക നൽകിയിട്ടില്ല. ഇതിനെല്ലാം പുറമെ പബ്ലിസിറ്റിക്കായി ചിലവാക്കിയ തുകയുടെ കണക്കിലും വ്യാപക ക്രമക്കേടുണ്ട്. 1 വർഷമായിട്ടും ചില ഇടപാടുകൾ കൂടി തീർക്കാനുണ്ടെന്നും കണക്കുകളും ബാങ്ക് ബാലൻസിലും മാറ്റം വരും എന്നുമാണ് ഇന്റേണൽ ഓഡിറ്റിംഗ് കമ്മിറ്റിയുടെ വിലയിരുത്തൽ. ഇതുമാത്രം മതിയാകും പച്ചയായ അഴിമതിയുടെ തെളിവിനായി. അമൃത ന്യൂസ്, ആലപ്പുഴ. ഫിഫ ലോകകപ്പ് 2026 ഗ്രൂപ്പ് ഇ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റിനെതിരെ ജർമ്മനിക്ക് തകർപ്പൻ ജയം. 2014 ലോകകപ്പ് ജേതാക്കളായ ശേഷം പിന്നീട് നടന്ന 2 ലോകകപ്പുകളിലും നോക്കൌട്ട് കാണാതെ പുറത്തായ ജർമ്മൻ പടക്കിയത് ആശ്വാസ ജയമാണ്. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ നിന്ന ശേഷമാണ് രണ്ടാം പകുതിയിൽ 2 ഗോളുകളോടെ ജർമ്മനി മികവറിയിച്ചത്. ജയത്തോടെ ജർമ്മനി ടൂർണമെന്റിൽ നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് എഫ് പോരാട്ടത്തിൽ സ്വീഡനെ 1-5 ഗോളുകൾക്ക് തകർത്ത നെതർലൻഡ്സ് ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ബ്രയാൻ ബ്രോബിയുടെയും കോഡി ഗാക്പോയുടെയും ഇരട്ട ഗോൾ കരുത്തിലാണ് ഡച്ച് പട വമ്പൻ വിജയം സ്വന്തമാക്കിയത്. കളി തീരാൻ മിനിറ്റുകൾ ബാക്കി നിൽക്കെ സമവിലിയുടെ വകയായിരുന്നു നെതർലൻഡ്സിന്റെ 5ാം ഗോൾ. സ്വീഡനായി ആന്റണി എലാങ്ക ആശ്വാസ ഗോൾ നേടി. ട്യൂണീഷ്യക്കെതിരെയാണ് നെതർലൻഡ്സിന്റെ അടുത്ത മത്സരം. സ്വീഡൻ അടുത്ത മത്സരത്തിൽ ജപ്പാനെ നേരിടും. ഈ ലോകകപ്പിൽ കിരീടം നേടാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീമുകളൊന്നായ സ്പെയിൻ ഇന്ന് സൗദി അറേബ്യയെ നേരിടുമ്പോൾ നെഞ്ചിടിപ്പിലാണ് ആരാധകർ. രാവിലെ 9:30 മത്സരം. ആദ്യ മത്സരത്തിൽ മികച്ച ടീമായ ഉറുഗ്വേയെ സമനിലയിൽ തളച്ചാണ് സൗദിയുടെ മുന്നേറ്റം. അതേസമയം ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദെയോട് ഗോൾ രഹിത സമനിലയിൽ കുരുങ്ങിയതും സ്പെയിനിന് ക്ഷീണമുണ്ടാക്കിയിട്ടുണ്ട്. കിരീടം നേടാൻ ഏറ്റവും സാധ്യതയുള്ള ടീമുകളിലൊന്നാണ് യൂറോ കപ്പ് ജേതാക്കൾ കൂടിയായ സ്പെയിൻ. എന്നാൽ ആദ്യ മത്സരത്തിൽ ആദ്യമായി ലോകകപ്പ് കളിക്കുന്ന കേപ്പ് വെർദെ ഈ ലോകകപ്പിലെ ഫേവററ്റുകളായ സ്പെയിനിനെ ഗോൾ രഹിത സമനിലയിൽ കുരുക്കിയത് ടീമിനെയും ആരാധകരെയും ഞെട്ടിച്ചു. ആദ്യ പകുതിയിൽ പലപ്പോഴും മത്സരത്തിൽ താളം കണ്ടെത്താൻ സ്പെയിൻ വിഷമിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതോടെ കേപ്പ് വെർദെ മത്സരത്തിൽ പിടിമുറുക്കുകയായിരുന്നു. രണ്ടാം പകുതിയിൽ പൂർണ്ണമായും പ്രതിരോധത്തിലൂന്നിയ പ്രകടനമാണ് കേപ്പ് വെർദെ പരീക്ഷിച്ചത്. യുവതാരം ലാമിൻ യമാലും നിക്കോ വില്യംസും കളത്തിലിറങ്ങിയതോടെ സ്പെയിനിന്റെ കളി മെച്ചപ്പെട്ടെങ്കിലും കേപ്പ് വെർദെയുടെ ശക്തമായ പ്രതിരോധ നിരയെ മറികടക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. മുന്നേറ്റ നിര താരം ഒയർസബാലിന്റെ മോശം പ്രകടനവും പെഡ്രി അടക്കമുള്ള മധ്യനിരയ്ക്ക് താളം കണ്ടെത്താൻ സാധിക്കാത്തതും സ്പാനിഷ് പടയ്ക്ക് തിരിച്ചടിയായി. ഒടുവിൽ ഇരു ടീമുകളും പോയിന്റ് പങ്കിട്ട് പിരിയുകയായിരുന്നു. അതേസമയം 2022 ലോകകപ്പിൽ അർജന്റീനയെ അട്ടിമറിച്ച സൗദി അറേബ്യ ഇത്തവണ കൂടുതൽ കരുത്തോടെയാണ് ലോകകപ്പിലെത്തിയത്. ഗ്രൂപ്പ് എച്ച് പോരാട്ടത്തിലെ ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് സമനില വഴങ്ങി മുൻ ചാമ്പ്യന്മാരായ ഉറുഗ്വേ രക്ഷപ്പെട്ടതാണ് ശ്രദ്ധേയം. ഇരു ടീമുകളും ഓരോ ഗോളടിച്ച് പിരിയുകയായിരുന്നു. കളിയിലുടനീളം ആധിപത്യം പുലർത്തിയ ഉറുഗ്വേ തന്നെയായിരുന്നു. എന്നാൽ മികച്ച പ്രതിരോധത്തിലൂടെ സൗദി അവരെ തളച്ചു. ഇതോടെ ഗ്രൂപ്പ് എച്ചിലെ പോരാട്ടങ്ങൾ പ്രവചനാതീതവുമായി. പരിശീലകൻ ജോർജിയോസ് ഡോണിസിന്റെ കീഴിൽ സൗദി ടീം സ്പെയിനിനെതിരെയുള്ള പ്രത്യേക തന്ത്രങ്ങൾ മെനഞ്ഞാണ് ഗ്രൗണ്ടിലിറങ്ങുന്നത്. ഗോൾ കീപ്പർ അബ്ദുൾ റഹ്മാൻ അൽ സാൻബിയുടെ പരിക്ക് സൗദി ക്യാമ്പിൽ ചെറിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ടെങ്കിലും യൂറോപ്യൻ വമ്പന്മാർക്കെതിരെ അട്ടിമറി വിജയം നേടാനാകുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ചരിത്രപരമായി നോക്കുമ്പോൾ സൗദി അറേബ്യ കളിച്ച അവസാന 11 ലോകകപ്പ് മത്സരങ്ങളിൽ 10ലും യൂറോപ്യൻ ടീമുകളോട് പരാജയപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വസ്തുത. സ്പോർട്സ് ഡെസ്ക്, അമൃത ന്യൂസ്. ലോക ഫുട്ബോളിൽ മത്സരിക്കുന്ന 48 ടീമുകളുടെയും പതാകയുടെ നിറം നോക്കി രാജ്യം ഏതെന്ന് പറയുന്ന മിടുക്കനുണ്ട് കാസർഗോഡ്. 2ാം ക്ലാസ്സുകാരനായ നീലാദം ജേക്കബാണ് ആരാധകരെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ പതാക തൊട്ട് ലോകകപ്പിൽ മത്സരിക്കുന്ന രാജ്യങ്ങളുടെ പേര് പറയുന്നത്. ലോകരാജ്യങ്ങളുടെ പതാകകൾക്കിടയിലൂടെ ഫുട്ബോൾ ആവേശവുമായി ഓടിക്കളിക്കുകയാണ് നീലാദം. ലോകകപ്പ് ഫുട്ബോളിൽ മത്സരിക്കുന്ന ഇഷ്ട ടീമുകളുടെ പേരും പതാകയും തിരിച്ചറിയുന്ന ആരാധകർ നിരവധിയാണ്. എന്നാൽ ലോകകപ്പിൽ പങ്കെടുക്കുന്ന മുഴുവൻ ടീമുകളുടെയും പേര് പറഞ്ഞും പതാകകളുടെ നിറം നോക്കി രാജ്യമേതെന്ന് നിസ്സംശയം വിളിച്ചു പറഞ്ഞും ഫുട്ബോൾ ആരാധകരെയും നാട്ടുകാരെയും വിസ്മയിപ്പിക്കുകയാണ് 2ാം ക്ലാസ്സുകാരനായ നീലാദം ജേക്കബ്. തൃക്കരിപ്പൂർ സെന്റ് പോൾസ് APU സ്കൂളിലെ വിദ്യാർത്ഥിയാണ് നീലാദം. ബ്രസീൽ, ഇറാൻ,
Morocco, Corsica, Guyana, Egypt, Argentina, England, Panama, South Africa, Algeria, Norway, Uruguay. പതാകകളിൽ ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രകളും മറ്റു പ്രത്യേകതകളും ഈ കൊച്ചുമിടുക്കൻ വിവരിക്കും. ഫുട്ബോൾ ആവേശം നെഞ്ചേറ്റി വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നായി മത്സരിക്കുന്ന രാജ്യങ്ങളുടെ പതാകകൾക്കിടയിലൂടെ ഓടിക്കളിക്കുന്ന ഈ കൊച്ചുമിടുക്കൻ നാട്ടുകാർക്ക് കൗതുകമാണ്. ലോകരാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ അടങ്ങിയ പുസ്തകത്തിൽ നിന്നാണ് നീൽ ആദം ഓരോ രാജ്യത്തിന്റെയും പതാകകളുടെ ചിത്രം മനസ്സിലുറപ്പിച്ചതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതലാണ് ഇങ്ങനെ ഇതിനോട് താല്പര്യം കാണിക്കുന്നത് കണ്ടിട്ടുള്ളത്. അപ്പോൾ അന്ന് മുതൽ സത്യത്തിൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഇങ്ങനെ പഠിച്ചെടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പം ഈ കഴിഞ്ഞ ദിവസമാണ് ഞാനിങ്ങനെ നോക്കുമ്പോഴേക്കും ഏകദേശം മുഴുവൻ ഫ്ലാഗിൻ്റെ തന്നെ വേൾഡിൽ അവൻ പറയുന്നുണ്ട്, പേര് പറയുന്നുണ്ട്. സ്കൂളിൽ നിന്ന് മടക്കി വയ്ക്കുമ്പോഴാണ് ഇവൻ വന്ന് ഓടി വന്നിട്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ടോമാഷ് പെട്ടെന്ന് ഓടി വന്ന് വീഡിയോ എടുക്കുക. അത് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ വീഡിയോ ആണ് അങ്ങോട്ട് മൊത്തം വൈറലായി മാറിയത്. റൊണാൾഡോയാണ് നീലിന്റെ ഇഷ്ടതാരം. ബിസിനസ്സുകാരനായ സന്തോഷ് സേവ്യറിന്റെയും അധ്യാപികയായ സരിത ജേക്കബിന്റെയും മകനാണ് നീലാദം. അമൃത ന്യൂസ്, കാസർഗോഡ്. ശാരീരിക വ്യായാമങ്ങൾക്കപ്പുറം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കോർത്തിണക്കുന്ന ഒരു സമഗ്രമായ ജീവിത രീതിയാണ് ഇന്ന് യോഗ. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ സെൻട്രൽ മാഗസിൻ യോഗ വിശേഷങ്ങളുമായി എത്തുന്നു. നമസ്കാരം, എല്ലാവർക്കും സെൻട്രൽ മാഗസിനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം. യോഗയുടെ മുദ്രകൾ, ആസനങ്ങൾ, ക്രിയകൾ ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്. ഇത് പ്രകൃതിയിൽ നിന്ന് നേരിട്ട് സ്വാധീനം ഉൾക്കൊണ്ട് ആചാര്യന്മാർ ക്രമപ്പെടുത്തിയതാണ്. അതായത് ചുറ്റുമുള്ള നമ്മുടെ ഈ വലിയ പ്രപഞ്ചത്തെ അതിൻ്റെ ചെറിയ കണ്ണിയായ മനുഷ്യജീവനിലേക്ക് കൂട്ടിച്ചേർക്കാനായി ആചാര്യന്മാർ വിഭാവനം ചെയ്ത ജീവിതചര്യയാണ് യോഗ. നമ്മുടെ ആധുനിക ജീവിതത്തിൻ്റെ സംഘർഷങ്ങൾ, സമ്മർദ്ദങ്ങൾ, വെല്ലുവിളികൾ ഇവയൊക്കെ അതിജീവിക്കാൻ യോഗയുടെ ക്രിയകൾക്ക് കഴിയുമെന്ന് നിരവധി പേർ ഇന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്ന് ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുകയാണ് യോഗ. അതുകൊണ്ട് തന്നെ ഒരു യോഗ ക്ലാസ്സിൽ നേരിട്ട് വന്ന് യോഗ അഭ്യസിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഓൺലൈനായി യോഗ പഠിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇന്ന് സജ്ജമാണ്. യോഗ വഴി എല്ലാവർക്കും സാന്ത്വനവും സായുജ്യവും കൈവരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് യോഗവിശേഷങ്ങളുമായി ഇന്നത്തെ സെൻട്രൽ മാഗസിൻ തുടങ്ങാം. ഒരാളുടെ വ്യക്തിബോധത്തെ പ്രപഞ്ചബോധവുമായി ഒന്നാക്കുക, അതിനുള്ള ശാസ്ത്രീയവും ദാർശനികവുമായ ഭാരതീയ ജീവിതചര്യയാണ് യോഗ. ശരീരവും മനസ്സും ആത്മാവും തമ്മിലുള്ള ഐക്യമാണ് യോഗ ലക്ഷ്യമിടുന്നത്. യോഗ സത്യത്തിൽ ഭാരതത്തിൻ്റെ ഒരു സംഭാവനയാണ്. അത് സമഗ്ര ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു സംഭാവനയാണ്. എന്ന് പറഞ്ഞാൽ നമ്മളൊരു മനുഷ്യനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ ശരീരമുണ്ട്, നമുക്ക് മനസ്സുണ്ട്, ബുദ്ധിയുള്ള മനുഷ്യരാണ് നമ്മൾ. പിന്നെ നമ്മുടെ ഒരു സഹജമായ വാസനകളെ കണ്ടെത്താനും നമ്മുടെ സൃഷ്ടി കൊണ്ട് എന്താണ് നമ്മൾ ദൈവം ഉദ്ദേശിക്കുന്നതിനനുസരിച്ചുള്ള റിയലൈസേഷനിലേക്ക് എത്താനായിട്ട് സഹായിക്കുന്ന സംവിധാനങ്ങളാണ് യോഗശാസ്ത്രത്തിലെല്ലാം പറഞ്ഞിരിക്കുന്നത്. ഭാരതീയ പുരാണങ്ങൾ പ്രകാരം ആദിയോഗി പരമശിവനാണ്. ഹിമാലയത്തിൽ വെച്ച് സപ്തർഷികൾക്ക് അദ്ദേഹം യോഗശാസ്ത്രം പകർന്നു നൽകിയെന്നാണ് വിശ്വാസം. യോഗയിലെ സങ്കീർണമായ പല ക്രിയകളും പാർവതീദേവിയുടെ ചോദ്യങ്ങളിലൂടെയും സംശയ നിവാരണത്തിലൂടെയുമാണ് വെളിപ്പെട്ടതെന്ന് വിശ്വസിക്കപ്പെടുന്നു. പിന്നീട് പ്രകൃതിയിലെ ജീവജാലങ്ങളെയും അവയുടെ ചലനങ്ങളെയും നിരീക്ഷിച്ച് മുനിമാർ ഓരോ ആസനങ്ങളും രൂപപ്പെടുത്തി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മയൂരാസന. ഈ മയൂരാസന ചെയ്തു കഴിഞ്ഞാൽ രണ്ട് കൈകളിൽ നമ്മുടെ ബോഡീനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ആസനയാണ്. ചെറിയൊരു അഡ്വാൻസ് ആണെങ്കിൽ പോലും നമ്മളുടെ ദഹന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഏത് കാര്യത്തെയും അഡ്രസ്സ് ചെയ്യുന്ന, ഇഷ്യൂസിനെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ആസനയാണ് മയൂരാസന. അതുപോലെ നമ്മൾ ഓരോ ജീവികളുടെയും ഒരു പൊസിഷൻ അക്കംപ്ലിഷ് ചെയ്യുമ്പോൾ ആ ജീവികളുടെ അവരുടെ ലൈഫ് സ്പാനിൽ കിട്ടുന്നൊരു നന്മയുണ്ടല്ലോ,
അതെന്താണോ അത് നമ്മളിലേക്ക് വന്നു ഭവിക്കുന്ന പോലെയാണ് ഫീൽ ചെയ്തിരിക്കുന്നത്. പൗരാണിക യോഗ ഗ്രന്ഥങ്ങളായ ഹഠയോഗ പ്രദീപിക, ഖേരണ്ട സംഹിത എന്നിവയിൽ ആസനങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. മഹർഷി പതഞ്ജലിയുടെ യോഗസൂത്രമാണ് യോഗയെ ക്രമപ്പെടുത്തിയ ആദ്യത്തെ ആധികാരിക ഗ്രന്ഥം. ഈ ഹഠയോഗ പ്രതിഭയിലൊരു ശ്ലോകമുണ്ട്, യുവാവൃദ്ധോ അതിവൃദ്ധോ വ്യാധിതോവ എന്ന് പറഞ്ഞാൽ യുവാവിനും വൃദ്ധനും വളരെ പ്രായമുള്ളവർക്കും രോഗിക്കും ചെയ്യാവുന്നതാണ് യോഗയുടെ ആസനങ്ങളും പരിശീലനങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഒരു ജെൻഡർ വൈസ് ഒന്നും ഡിഫറൻസ് പറയുന്നില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ പ്രായമായ ഒരാൾക്ക് ആ ആളുടെ ശരീരത്തിൻ്റെ സാധ്യതയും ലിമിറ്റേഷനും ഉണ്ട്. ഇതിനെ നമുക്ക് കണക്കാക്കി ചെയ്യാം. ഈ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമുക്ക് ആസനകൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും ശ്വസനക്രിയകൾ ചെയ്യാം. അതിലൂടെ ശരീരത്തിൽ എനർജി ലെവൽ കൂട്ടാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മളുടെ ശരീരത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. സ്വാമി വിവേകാനന്ദൻ, DKS അയ്യങ്കാർ, T കൃഷ്ണമാചാര്യ, പട്ടാഭി ജോയ്സ് തുടങ്ങിയവർ യോഗയെ ആഗോളതലത്തിലെത്തിച്ചു. ഇന്ന് യോഗ കേവലം ഒരു ഇന്ത്യൻ പാരമ്പര്യം മാത്രമല്ല, ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ആരോഗ്യശീലമാണ്. ആധുനിക മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളായ മാനസിക സമ്മർദ്ദം, ജീവിതശൈലീ രോഗങ്ങൾ എന്നിവയ്ക്കുള്ള ഏറ്റവും ഫലപ്രദമായ പരിഹാരമായി ലോകം ഇന്ന് യോഗയെ അംഗീകരിച്ചു കഴിഞ്ഞു. നമുക്ക് മെഡിറ്റേഷനുണ്ട്, ശ്വസനക്രിയകളെല്ലാം നമ്മളുടെ ഉള്ളിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒത്തിരി സാധ്യതകൾ തരുന്നത്. അപ്പോൾ നമ്മളൊരു നല്ലവനായിരിക്കണമെന്നൊരു ഉൾവിളി സ്വാഭാവികമായിട്ട് യോഗ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് കിട്ടും. സത്യത്തിൽ ഞാൻ മൈഗ്രെയിനിലൊരു സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വർഷങ്ങളായിട്ട് മൈഗ്രെയിനിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ നമ്മുടെ ഒരു അറ്റംപ്റ്റ് മതി. അതെല്ലാം ഈ ഹഠയോഗ ട്രഡീഷൻ്റെ ഭാഗമാണ്. കേവലം ശാരീരിക വ്യായാമങ്ങൾക്കപ്പുറം ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും കോർത്തിണക്കുന്ന ഒരു സമഗ്രമായ ജീവിത രീതിയാണ് യോഗ. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടും ഇന്ന് യോഗ അംഗീകരിക്കപ്പെടുന്നു. ഇപ്പം സ്കൂളുകളുടെ തൊട്ട് തന്നെയാണ് യോഗ, കൊച്ചു പിള്ളേർ തന്നെയാണ് യോഗ ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് ഇപ്പം ഈ യോഗ ഡേയുടെ സമയത്ത് തന്നെ നമുക്ക് ബാങ്കുകളിൽ തന്നെ പല ഓഫീസുകളിൽ നിന്ന് തന്നെ വിളിക്കും. നമ്മൾ അവിടെ പോയി നമ്മൾ യോഗ ചെയ്യും. അതവർ ആ ട്രെൻഡെന്ന് പറയുന്നത് അവർ പല രീതിയിലുള്ള ഇപ്പം മോഡിഫൈ, പണ്ട് നമ്മൾ ഈ ട്രഡീഷണൽ യോഗ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മോഡിഫൈ ചെയ്ത് അവർ പല രീതിയിലാണ് അവർ യോഗ ചെയ്യുന്നത്. പ്രകൃതിയിൽ നിന്ന് വൃക്ഷാസനം, ജീവികളിൽ നിന്ന് ഭുജംഗാസനം, മയൂരാസനം പോലെയുള്ള ആസനങ്ങൾ, വസ്തുക്കളിൽ നിന്ന് ധനുരാസനം, ഹലാസനം പോലുള്ളവ. ഇങ്ങനെ വിവിധ ഗുണഫലങ്ങൾക്കായി പ്രധാന യോഗാസനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയെയും ഏകാഗ്രതയെയും വർദ്ധിപ്പിക്കാനും മനസ്സിന് ശാന്തത നൽകാനും വേദനകളെ ശമിപ്പിക്കാനും ഇന്ന് പലരും യോഗയെ ആശ്രയിക്കുന്നു. ഇപ്പം യോഗ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഒരു ബാക്ക് പെയിൻ ഉള്ള ഒരാൾക്ക് എല്ലാ എക്സസൈസുകളും എല്ലാ ആസനങ്ങളും ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം അവർക്ക് സ്പെഷ്യലായിട്ടുള്ള പല എക്സസൈസുകളും നമ്മൾ ബാക്കിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള പല എക്സസൈസുകളും ആസനകളും മീൻസ് ഇതെന്ന് പറഞ്ഞാൽ ബോഡി സ്ട്രെച്ചിങ് ആണ് നമ്മൾ ഈ എക്സസൈസും കാര്യങ്ങളൊക്കെ. അങ്ങനെയാണ് നമ്മൾ ഓരോ അസുഖത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗ തെറാപ്പിയിലോട്ട് നമ്മളങ്ങനെ മാറുന്നത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ വലിയൊരു പങ്കാളിത്തം ഇന്ന് യോഗ ക്ലാസ്സുകളിലുണ്ട്. കൂടുതൽ സ്ത്രീകളാണ് പിന്നെ പ്രാക്ടീസ് ചെയ്യാൻ വരുന്നത്. ഇപ്പം എൻ്റെ കേസ്, അതായത് എൻ്റെ സ്റ്റുഡൻസിനെ നോക്കിയാൽ തന്നെ എനിക്കൊരു 30 ഫീമെയിൽ ഉണ്ടെങ്കിൽ അതിനകത്തൊരു 5 മെയിൽ സ്റ്റുഡൻസിനെ കാണത്തുള്ളൂ. ദഹനപ്രക്രിയ സുഗമമാക്കുന്ന വജ്രാസനം, നട്ടെല്ലിന് വഴക്കം നൽകാനും അമിതവണ്ണം കുറയ്ക്കാനും ഹലാസനം. വളരെയധികം മെച്ചമാണ്. എനിക്ക് കാലിൽ ഈ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റേതായ ആസനാസൊക്കെ ചെയ്തതോടുകൂടി വളരെ ഗുണം കിട്ടിയിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഒരുപാട് ഗുണം കിട്ടുന്നതിൻ്റെ കാരണം അവർക്ക് ചെയറിലിരുന്ന് ചെയ്യാം. ഇപ്പം ഒരു വയ്യാത്ത ഒരാളാണെങ്കിൽ ബെഡിൽ കിടന്നിട്ട് ചെയ്യാവുന്ന ആസനാസുണ്ട്. പിന്നെ ഇതിൻ്റെ വലിയ എക്യുപ്മെൻറ്റ്സ് ഒന്നും വേണ്ട, ചെറിയൊരു മാറ്റ് മതി, കുറച്ച് സമയം മതി. പിന്നെ അവർക്ക് എല്ലാവരും കൂടി ഒത്തുചേർന്ന് ചെറിയ ആസനാസ് പഠിപ്പിക്കാനും വളരെ മെൻ്റലി വളരെ ആശ്വാസം കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു സ്ട്രെങ്ത് കിട്ടുന്ന ഒരു യോഗ. കഠിനമായ വ്യായാമത്തിന് ശേഷം
ശരീരത്തിനും മനസ്സിനും പൂർണ്ണ വിശ്രമം നൽകാൻ ശവാസനം, പുറം വേദന മാറ്റാനും ശ്വാസകോശശേഷി വർദ്ധിപ്പിക്കാനും ഭുജംഗാസനം. അങ്ങനെ യോഗയിൽ മനുഷ്യൻ നിത്യജീവിതത്തിൽ നേരിടുന്ന പല പ്രശ്നങ്ങൾക്കും പോംവഴികളുണ്ട്. അതായത് ഇരുന്നോടത്തുനിന്ന് ഒട്ടും അനങ്ങാൻ പറ്റാത്ത ഒരു കണ്ടീഷൻ വന്നായിരുന്നു. ഒരു 10-15 ദിവസത്തോളം ഒരു രക്ഷയില്ലാണ്ട് നമ്മൾ അനങ്ങാൻ പറ്റാത്ത, കിടക്കാനോ ഇരിക്കാനോ നടക്കാനോ പറ്റാത്തൊരു കണ്ടീഷനിലായിരുന്നു. ഞാനൊരു ഹോസ്പിറ്റലിൽ പോയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി അവർ കുറച്ച് മരുന്ന് തന്നു. പക്ഷെ അതുകൊണ്ടൊന്നും മാറിയില്ല. പിന്നെ ഞാൻ നമ്മൾ യോഗ ക്ലാസ്സിൽ വന്നില്ല. അപ്പോൾ അച്ഛനായിട്ട് സംസാരിച്ചു. അപ്പോൾ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ, യോഗയുടെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ അത് ഒന്ന് തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ച് ആശ്വാസം കിട്ടി. പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് മരുന്ന്, ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ മരുന്ന് ഉപയോഗിച്ചില്ല. ആ മരുന്ന് ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് നമ്മൾ പഴയ ഹെൽത്ത്, പഴയ ആരോഗ്യത്തിൽ പറ്റി. അതുകൊണ്ട് എനിക്ക് യോഗയിൽ ഭയങ്കര വിശ്വാസമായി. ആസനങ്ങളിലൂടെ ശരീരത്തെയും പ്രാണായാമത്തിലൂടെ ശ്വാസത്തെയും ധ്യാനത്തിലൂടെ മനസ്സിനെയും നിയന്ത്രിക്കാൻ യോഗ നമ്മെ പഠിപ്പിക്കുന്നു. ശാരീരിക വഴക്കത്തിനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും യോഗ ക്രിയകൾക്കുള്ള കഴിവ് ലോകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക വഴി വിദ്യാർത്ഥികളിൽ അച്ചടക്കം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് പരിശീലകർ പറയുന്നു. കരിക്കുലത്തിൽ വരുമ്പോഴാണ് നമ്മളുടെ ക്യാരക്ടർ ഫോർമേഷനൊക്കെ വരിക. നമ്മളിപ്പോൾ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കൂടെയൊക്കെ സഹവസിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവരുടെ ഒരു ഡിസിപ്ലിൻ. അത് അവർക്ക് കരിക്കുലത്തിൽ നിന്ന് ബേസിക്കായിട്ട് കിട്ടിയ കാര്യങ്ങളാണ്. അങ്ങനെ അവർ പഠിച്ചു വളർന്നു വന്നത്. നമ്മളവരുടെ കൂടെ കഴിയുമ്പോൾ നമ്മളോട് തന്നെ ആലോചിച്ച് ലജ്ജിതരാകാറുണ്ട്. നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ഒരു സൊസൈറ്റിയിൽ നിന്ന് വന്നിട്ട് നമുക്ക് എന്തുകൊണ്ട് അവരുടെ അടുത്തെത്താൻ പറ്റില്ല. അതിൻ്റെ കാരണം ഇതാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഡിസിപ്ലിൻ ഒരു ഭാഗമാണ്. യോഗ നമ്മളുടെ കുട്ടികൾക്ക് ഡിസിപ്ലിൻ തരാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ കരിക്കുലത്തിൻ്റെ ഒരു ഭാഗമാകുന്നത് തീർച്ചയായിട്ടും നല്ലൊരു കാര്യമായിരിക്കും. തിരക്ക് പിടിച്ച ആധുനിക ജീവിതത്തിൽ ശാരീരികവും മാനസികവുമായ സന്തുലിതാവസ്ഥ നിലനിർത്താൻ യോഗ പരിശീലിക്കുന്നത് വ്യക്തിയുടെയും അതുവഴി സമൂഹത്തിൻ്റെയും സമഗ്രമായ വികസനത്തിന് വഴിയൊരുക്കുമെന്ന് തിരിച്ചറിഞ്ഞ ധാരാളം ആളുകൾ ഇന്ന് സമൂഹത്തിലുണ്ട്. ഞാനിപ്പോൾ യോഗ ടീച്ചറായിട്ടൊരു 16-17 ഇയേഴ്സ് ആവുന്നു. ഓക്കെ, പല രീതിയിലുള്ള, കാരണം പല പ്രോബ്ലംസ് ഉള്ള, ഇഷ്യൂസ് ഉള്ള പിന്നെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് യോഗ ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പാലക്കാട്ടു നിന്നൊരു ചേച്ചിയായിരുന്നു വന്നിട്ടുള്ളത്. അവർക്ക് ഒട്ടും നടക്കാൻ വയ്യാത്ത ചേച്ചിയായിരുന്നു. ഇപ്പോൾ അവരെത്ര സൂപ്പർബായിട്ടാണ് അവർ. അന്നിപ്പോൾ 4 വർഷമായി അവരെൻ്റെ കൂടെ യോഗ സ്റ്റാർട്ട് ചെയ്തിട്ട്. അവർ ഭയങ്കര റിസൾട്ടാണുള്ളത്. അതുപോലെ തന്നെ ബാക്ക് പെയിൻ, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഒരുപാട് ഡോക്ടേഴ്സ് ഉണ്ട് എൻ്റെ കൂടെ. ഇന്ന് പല പ്രമുഖ ആശുപത്രികളുടെയും വെൽനസ് ലൈഫ് സ്റ്റൈൽ വിഭാഗത്തിൻ്റെ ഭാഗമായി യോഗ സെൻ്ററുകൾ സജീവമായി പ്രവർത്തിക്കുന്നു. അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ളവ ഒഴിച്ചു നിർത്തിയാൽ മനുഷ്യർ നേരിടുന്ന ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ യോഗ വലിയൊരളവിൽ സഹായിക്കുമെന്ന് ആരോഗ്യമേഖലയും തിരിച്ചറിയുന്നു. നമുക്ക് നോൺ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ യോഗേനെ പറയാം. മറ്റു ചില ഒരു ടാബ്ലറ്റ്സ്, മരുന്നുകൾ എടുക്കണം. ഇത് യോഗയെ സംബന്ധിച്ച് നമ്മളുടെ ശരീരത്തിന് അനന്ത സാധ്യതകളുള്ളത്. ഈ സാധ്യതകളെ നമ്മൾ പല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് യോഗയിൽ പറഞ്ഞു തരുന്നത്. ആസനകളുണ്ട്, പ്രാണായാമ ശ്വസനക്രിയകളുണ്ട്, ക്ലെൻസിങ് ടെക്നിക്കുകളുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ എഴുതിയ ഹഠയോഗ പുസ്തകത്തിലെ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ക്ലെൻസിങ് ആണ്. ഇപ്പോൾ ശരീരത്തിൻ്റെ ആന്തരാവയവങ്ങളൊക്കെ ക്ലീനായിട്ടിരിക്കുന്നതും നമ്മുടെ പ്രാണവായുവിൻ്റെ ഒഴുക്ക് സുഗമമാവുകയും ചെയ്യുമ്പോൾ മിക്കവാർക്കും നമുക്ക് എല്ലാ അസുഖങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നത്. സാമൂഹികവും വ്യക്തിപരവുമായ അച്ചടക്കം, ശരീരത്തിൻ്റെ സ്ഥിരവും സുഖകരവുമായ അവസ്ഥ, ശ്വാസകോശത്തിൻ്റെ നിയന്ത്രണം, ഇന്ദ്രിയങ്ങളെ ബാഹ്യവിഷയങ്ങളിൽ നിന്ന് പിൻവലിക്കൽ, ഏകാഗ്രതയുടെ തുടർച്ചയായ അവസ്ഥ, ഇവയിലൂടെയെല്ലാം ഒരാൾക്ക് ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും കടിഞ്ഞാൻ സ്വായത്തമാക്കാൻ കഴിയുന്നു. വയോജനങ്ങൾ കേരളത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, കാലഘട്ടമാണ്. അവരെ നമുക്ക് പലതരത്തിൽ മാനസികമായിട്ട് അവർക്ക് തളർച്ചയുണ്ട്, ശാരീരികമായ ബലഹീനതകളുണ്ട്, അവരുടെ മൊബിലിറ്റി ഒരു പ്രോബ്ലമാണ്, മെൻ്റൽ സ്ട്രെസ്സ് അതിനേക്കാളേറെ ഗൗരവകരമായൊരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ഡിപ്രഷനുണ്ട്. ഇതിനെല്ലാം നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂളുകളുണ്ട് യോഗയിൽ. അത് അവരുടെ പ്രായത്തിനനുസരിച്ച് നമുക്ക് വളരെ ലളിതമായി കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് യോഗയ്ക്ക് എന്നും സാധ്യതയുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ ഊർജ്ജസ്രോതസ്സായ സൂര്യനോടുള്ള ആദരസൂചകമായി പുരാതന കാലം മുതൽ ചെയ്തു വരുന്ന വ്യായാമ പദ്ധതിയായ സൂര്യനമസ്കാരം മുതൽ പലതും യോഗയുടെ ഭാഗമാണ്. ഇന്നത് വിവിധ രീതികളിൽ ആളുകളിലേക്ക് പകർന്നു നൽകുന്നു. സൂര്യ നമസ്കാരമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൻ്റെ എല്ലാം വീഡിയോസ് ഉണ്ട്, ഞാൻ ചെയ്ത വീഡിയോസ് ഉണ്ട്. അത് പല പൊസിഷനിൽ നിന്ന് ഞാൻ ചെയ്ത വീഡിയോസ് ഉണ്ട്. അതെല്ലാം അവർക്ക് അയച്ചു കൊടുക്കും.
പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വലിയ സ്ക്രീനിലാണ് ഞാൻ കാണുന്നത്. അന്നേരം എനിക്ക് കറക്റ്റായിട്ടുള്ള പൊസിഷൻ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, പോസ്റ്റേഴ്സ് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് പണ്ട് ഒരേ രീതിയിലുള്ള സൂര്യ നമസ്കാരം മാത്രമേ ഉള്ളായിരുന്നു. അതിൽ 1-8 സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു 10 സ്റ്റെപ്പ് സൂര്യ നമസ്കാരമാണ്. ഇപ്പോൾ അത് മോഡിഫൈ ചെയ്ത് അത് 16 സ്റ്റെപ്പ് 21 സ്റ്റെപ്പ് അങ്ങനെയൊക്കെയുള്ള സൂര്യ നമസ്കാരങ്ങൾ കാരണം നമുക്ക് ആർക്ക് വേണമെങ്കിലും മോഡിഫൈ ചെയ്യാമല്ലോ. യോഗ നേരിട്ടെത്തി പഠിക്കാൻ കഴിയാത്തവർക്ക് ഓൺലൈൻ വഴി ക്ലാസുകളും വീഡിയോകളും ഇന്ന് സജ്ജമാണ്. Try to catch. Yes, very good. Pull your kneecap in. Pull your kneecap in. Yes, very good. Feel the stretch in your back side. Yes, very good. ഓൺലൈനിലോട്ട് മാറിയതിന് ശേഷം പല കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരാണ് വരുന്നത്. അത് കൂടുതലും എനിക്ക് വരുന്നത് USA എന്നുള്ള ആൾക്കാരാണ് കൂടുതലും അറ്റൻഡ് ചെയ്യുന്നത്. USA ഇപ്പം യോഗ എന്ന് പറയുന്നത് തന്നെ USA അവർക്ക് ഒന്നാമത്തെ കാര്യം ഫീയുടെ കാര്യമാണ്. അവിടെ ഭയങ്കര ഹൈ ആണ് ഫീ. അവിടെ ഇപ്പോൾ ഒരു സെക്ഷൻ ചിലപ്പോൾ അവർ ഒരു സെക്ഷന് കൊടുക്കുന്ന ഫീ ആയിരിക്കും എനിക്ക് ഒരു മാസം അവർ തരുന്നത്. ശാസ്ത്രീയ പഠനങ്ങളും യോഗയുടെ പ്രാധാന്യം ഇന്ന് അടിവരയിട്ടുറപ്പിക്കുന്നു. 2014 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചത് യോഗയുടെ ആഗോള സ്വീകാര്യതയുടെ വലിയൊരു തെളിവാണ്. യോഗ കേവലം രോഗശാന്തിക്കുള്ള ഒരൗഷധമല്ല, മറിച്ച് രോഗങ്ങൾ വരാതെ സൂക്ഷിക്കാനും ലഭ്യമായ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കുവാനുമുള്ള ഒരു പ്രതിരോധ ശാസ്ത്രമാണ്. അങ്ങനെ ഈ ആഴ്ചയിലെ സെൻട്രൽ മാഗസിൻ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച നമുക്ക് പതിപോലെ പുതിയ കാഴ്ചകളും കൂടുതൽ വിശേഷങ്ങളും വ്യത്യസ്തമായ അനുഭവങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.